ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾക്കെപ്പോഴേ നമ്മളെക്കാളും ഇഷ്ടം ഇവരെ. ഒരുപാട് സമയായി. ഇനിയും വൈകിയ വീട്ടിൽ അന്വേഷിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി, എന്നാ പോയിട്ട് വാ. അല്ല, അഷിത വന്നില്ലല്ലോ. ഞാൻ അഷിമോളെ വിളിക്കാം. ആ വേണ്ട അങ്കിൾ, ഞങ്ങള് അഷിതയുടെ യാത്ര പറഞ്ഞായിരുന്നു. ആണോ? എങ്കിൽ പിന്നെ വിളിക്കണ്ടല്ലോ. ഉം. ചേച്ചി യാത്ര പറഞ്ഞു പോകുന്നത് കാണുന്നത് അഷിക്കും വിഷമമായിരിക്കും. എല്ലാരും കൂടി ഇനി ഒരു ദിവസം അങ്ങോട്ട് വരണം. വരാലോ. പിന്നെ മുത്തശ്ശിയോട് എന്നെ അന്വേഷണം പറയണേ. ശരി ചേച്ചി, പറയാം. സംസാരിച്ചെന്നാ സമയം പോവും. നമുക്കിറങ്ങാം. ശരി എന്നാ. ശരി. ശരിയെങ്കിൽ ടാറ്റാ. ടാറ്റാ. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? കല്യാണം കഴിഞ്ഞെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടില്ലെന്ന് ഞാൻ ആലോചിക്കുവാൻ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ആലോചന? നമ്മളെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചറിയുന്നതിനപ്പുറം സ്വന്തം പാടന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും എന്നറിയാൻ സ്വാഭാവികമായും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. എനിക്ക് മനസ്സിലായില്ല. ഇതിലിത്ര മനസ്സിലാക്കൊന്നുമില്ല. തനിക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കണം. അല്ലാതെ സ്പൈ വർക്ക് നടത്താൻ ശ്രമിക്കണ്ട. ഞാൻ എന്തിനാ സ്പൈ വർക്ക് നടത്തുന്നേ? അതിന്റെ ഉത്തരം താൻ തന്നെ പറയണം. തനിക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ തെറ്റായ ചിന്തകളോ ഉണ്ടായിരിക്കും. പൃഥ്വി എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല. ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ആണെങ്കിൽ അത് ചോദിച്ചോ. പക്ഷെ ഇങ്ങനെ മനുഷ്യന് മനസ്സിലാവാത്ത രീതി സംസാരിച്ച് എന്നെ ടെൻഷൻ ആക്കല്ലേ. അതിന് തനിക്ക് മനസ്സിലാവാത്ത എന്ത് കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്? ഇതുവരെ പൃഥ്വി പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ ജീവിതത്തിൽ കല്യാണത്തിന് മുൻപ് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടുമില്ല. ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല. തന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ കാര്യം. പൃഥ്വിക്ക് എന്താ സംഭവിച്ചേ? ഓ, എനിക്കൊന്നും സംഭവിച്ചൊന്നല്ല. താൻ എന്നെ കുറിച്ച് അറിയാൻ എന്റെ ഫോണും ലാപ്ടോപ്പും ഒക്കെ എടുത്ത് നോക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഞാൻ പൃഥ്വിയുടെ ലാപ്ടോപ്പോ ഫോണോ ഒന്നും എടുത്തു നോക്കിയിട്ടില്ലല്ലോ. അഷിതേ, വെറുതെ നുണ പറയരുത്. താൻ എന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചെന്ന് എനിക്ക് ഉറപ്പാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ട് എന്റെ മുന്നിൽ നിന്ന് നുണ പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അത് കൊള്ളാലോ. ഞാൻ പൃഥ്വിയുടെ ലാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് പൃഥ്വി കണ്ടോ? ഇല്ലല്ലോ. വെറുതെ കാണാത്ത കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലേ അത് ഞാൻ സമ്മതിച്ചു തരുമെന്ന് കരുതണ്ട. എനിക്ക് ഒട്ടും സഹിക്കാത്ത കാര്യമാ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ എന്തിനാ നിങ്ങളുടെ ലാപ്ടോപ്പ് നോക്കുന്നേ? അതിന് എനിക്ക് എന്ത് തേങ്ങ കിട്ടാനാ? ഞാൻ കാണാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഒളിപ്പിക്കാനുണ്ടെങ്കിലേ അത് ഒളിപ്പിച്ച് വെക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. നിർത്തടി. ഈ മുറി കയറി ഇന്നേ വരെ ആരും എന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നിവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത് നീയാ. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആകാംക്ഷ ഉള്ളത് നിനക്ക് മാത്രം.